തീർച്ചയായിട്ടും ഇതുകൊണ്ട് മുന്നോട്ടൊരു ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അല്ലെങ്കിൽ അതുണ്ടാവും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ ഒരു അറിവിനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെടലിൽ പലപ്പോഴും പലരും വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിക്ടിമായിട്ടുണ്ട്. മറ്റ് ക്രിപ്റ്റോ പ്രോജക്റ്റുകളുമായിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ ക്ലബ് ചെയ്യുന്നുണ്ട്. അവരുടെ ടോക്കൺസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ഉപയോഗിച്ച് നമ്മുടെ ടോക്കൺസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഈ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർക്കുലേഷൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാകാൻ പോകുന്ന അവർക്ക് തന്നെ. ഞാൻ അന്ന് എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ഇതുണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നവർ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ക്രിപ്റ്റോയുടെ അനന്തമായ സാധ്യതകൾ വിശ്വസിക്കുന്ന ആളുകളാണോ നിങ്ങൾ? നമുക്കറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പെക്സ് ടോക്കൺ. ഈ അപ്പെക്സ് ടോക്കണുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. ചിലർ ചോദിക്കുന്നു, അപ്പെക്സ് ടോക്കൺ എവിടെ? ഇപ്പോൾ അതുണ്ടോ? ഇപ്പോൾ അതിൽ നിന്ന് വരുമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. അതിന് ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് എനിക്ക് മുമ്പിലിരിക്കുന്നത് അപ്പെക്സ് ടോക്കൻ്റെ CEO അഭിജിത്ത് മാണി സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് അപ്പെക്സ് ടോക്കൻ്റെ നിലവിലുള്ള അപ്ഡേഷനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ഹൈ സർ, നമസ്കാരം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാനൽ വഴി ഒട്ടനവധി വീഡിയോ ചെയ്തതാണ് അപ്പെക്സ് ടോക്കണുമായി ബന്ധപ്പെട്ട്. സാർ അടക്കമുള്ള ആളുകൾ വന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആളുകൾക്ക് അറിയേണ്ടത് അപ്പെക്സ് ടോക്കൻ്റെ പ്രസന്റ് സ്റ്റാറ്റസ്, അതൊക്കെ ഒന്ന് പറയാമോ? അപ്പെക്സ് ടോക്കണിൻ്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന